ചെറുപ്പത്തിൽ 1965 66 എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു 8-9 വയസ്സുള്ള കാലഘട്ടത്തിൽ. അപ്പോൾ ഞാൻ മദ്രസയിൽ പിന്നെ 8ാം ക്ലാസ്സിൽ പഠിക്കണ അല്ല 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ അന്ന് ഞങ്ങളെ മദ്രസയിലെ സദർ ഒരു പ്രഗത്ഭനായ ഒരു ഉസ്താദായിരുന്നു. പിന്നീട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഫത്തിഷായിട്ട് അറിയപ്പെട്ട കണ്ണമംഗലം പി കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയും. അയാളാണ് ഞങ്ങളെ മദ്രസയിൽ സദറായി വന്നതിൻ്റെ ശേഷമാണ് മദ്രസിനൊരു പ്രത്യേക ഒരു ശാസ്ത്രീയമായ ഒരു സംവിധാനം മദ്രസയിലുണ്ടായിരുന്നു. അതുമല്ല, അന്ന് മദ്രസയൊക്കെ തുടങ്ങി അതിൻ്റെ പ്രാരംഭഘട്ടത്തിലാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്ന് നമുക്ക് മദ്രസയിൽ ഇരിക്കാനൊരു ബെഞ്ചുണ്ട്, മുന്നിൽ ഡെസ്കൊന്നുമില്ലായിരുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കി മദ്രസ എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ്, സ്കൂളെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഡെസ്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒരു പലക എന്തെങ്കിലും കൊണ്ടുപോകും, അതിമ വെച്ച് എഴുതിനെയും അതിമ വെച്ച് മുസ്താഫൊക്കെ വായിക്കണൊക്കെ അതിൻ്റെ മുകളിൽ വെക്കും. എന്നിട്ട് അതിങ്ങനെ ആ പലക കയ്യിൽ പിടിക്കും. ഒരു സ്ലേറ്റ് മാരിക്കൊക്കെ ഉള്ള എന്തെങ്കിലും ഈ പിന്നെ ഹാർബോർഡൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ വല്ലതായിട്ട്. അപ്പോൾ മൂപ്പര് മദ്രസയിൽ സദരായി വന്നപ്പോഴേ അന്ന് വാപ്പയാണ് ഞങ്ങളുടെ നാട്ടിലെ മദ്രസിൻ്റെ പ്രസിഡൻറ്റ്. അന്നും വാപ്പുള്ള കാലത്തോളം വാപ്പ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ മൂപ്പര് വാപ്പാനോട് പറഞ്ഞു നമ്മളെ മദ്രസയിൽ സംവിധാനങ്ങളൊക്കെ ഒന്ന് മാറ്റണം, ഡെസ്ക് എന്നൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വാപ്പ പറഞ്ഞു അതൊന്നും ഇപ്പോൾ നാട്ടിലേക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇപ്പോൾ ഇതന്നെ അധികമാണെന്നുള്ളതാണ്. പണ്ടൊക്കെ ഈ ഓത്തുപള്ളിയിൽ കുട്ടികൾ പിന്നെ നിലത്തിരുന്ന് കണ്ട് പഠിച്ചിരുന്ന ഒരു കാലം, അങ്ങനെ പഠിച്ചവരാണ് ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു വാപ്പ. ഇതിനെപ്പറ്റിയൊന്നും നമ്മൾക്ക് ചിന്തിക്കാൻ തന്നെ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോൾ ബെഞ്ചുമേ ഇരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് അത് പോരെയെന്ന് ചോദിച്ചു. അപ്പോൾ മൂപ്പര് പറഞ്ഞു അത് പോരാ, ഡെസ്ക് തന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വാപ്പ കമ്മിറ്റിയോ ഒക്കെ വിളിച്ചു, ഡെസ്കൊക്കെ ഉണ്ടാക്കി. അപ്പോഴാണ് ഈ റബീഉൽ അവ്വൽ കടന്നു വരുന്നത്. അപ്പോൾ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ ഞാൻ പൊതുവെ അന്നൊരു എനിക്കൊരു ലജ്ജയുള്ളൊരു പ്രകൃതമാണ് എൻ്റെത്. ലജ്ജ എന്ന് പറഞ്ഞാൽ ആളുകളെ ഫേസ് ചെയ്യുക, പിന്നെ ആളുകളോട് ഇങ്ങനെ അധികം സംസാരിക്കലൊന്നുമില്ല, ഞാൻ ആളെ ഒഴിഞ്ഞു നിൽക്കലാണ്. അപ്പോൾ എൻ്റെ ഈ പ്രകൃതം മനസ്സിലാക്കിയതുകൊണ്ട് ഈ മൂപ്പര് റബീഉൽ അവ്വൽ ഭയങ്കര അടിപൊളിയാക്കിയിട്ട് ഭയങ്കര പ്രോഗ്രാമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുള്ളൊരു റബീഉൽ അവ്വലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പുള്ള വർഷങ്ങളെക്കാളൊക്കെ അധികമായിട്ട്, അതിന് മുമ്പുള്ള വർഷങ്ങളെ പറ്റി എനിക്ക് അത്ര പറയാൻ ഓർമ്മയില്ല. അപ്പോൾ വലിയ പരിപാടി. അപ്പോൾ അതിൻ്റെ സംവിധാനം ഉണ്ടായപ്പോൾ എല്ലാ കുട്ടികൾക്കും പ്രസംഗം, അധിക കുട്ടികൾക്ക് പാട്ട്, കഥാപ്രസംഗം. അപ്പോൾ കഥാപ്രസംഗവും ഇതൊക്കെ ആദ്യമായിട്ട് വരികയാണ്. അങ്ങനത്തെ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പൊതുവെ ഒരു ലജ്ജാശീലമുള്ള ഒരാളായതുകൊണ്ട് എന്നോട് മൂപ്പര് പറഞ്ഞു നിങ്ങൾക്ക് പ്രസംഗവും ഇതൊന്നും വേണ്ട, ഈ വർഷം അടുത്ത വർഷം മതി എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് മൂപ്പരത് പറഞ്ഞപ്പോൾ എനിക്കത് ഫീൽ ചെയ്തു വല്ലാതെ. എന്തിപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് നല്ലോണം അതൊക്കെ നിങ്ങൾ ഒന്നുകൂടി ഇങ്ങോട്ട് ലെവലാവാണ്ട് എന്നിട്ട് മതി, അല്ലാഞ്ഞാൽ നിങ്ങൾ പ്രസംഗിക്കാൻ വേണ്ടി ഒരു പ്രസംഗം നമ്മൾ എഴുതി തന്നു, ചിലപ്പോൾ മുഴുവനാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ ഒരു പോരാത്തരായിരിക്കും, ഒരു വലിയൊരു ഭക്ഷണത്തരായിരിക്കും. അപ്പോൾ അത് വേണ്ട, നിങ്ങൾക്ക് നിന്നിട്ട് മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഞങ്ങളെ ക്ലാസ് പഠിക്കണം, മുളക്കൽ മുഹമ്മദ് എന്ന് പറയും. അപ്പോൾ അവനക്ക് മൂപ്പരൊരു പ്രസംഗം എഴുതി കൊടുത്ത്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് ഇവനറിയാതെ ഇവൻ്റെ ഈ പുസ്തകത്തിൽ നിന്നിട്ട് ഈ പ്രസംഗം എഴുതിയ കടലാസ് ഉണ്ടല്ലോ, അത് ഞാൻ കട്ടു. അത് ഞാൻ കട്ടിട്ട് ഞാൻ എന്താക്കിയെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കീശയിൽ സൂക്ഷിച്ചു. അപ്പോൾ ഇവന് പൊതുവേ താല്പര്യമില്ല ഇതിനോട്. ഇവൻ ഈ പ്രസംഗിക്കാന്ന് പറയുമ്പോൾ എന്നോട് ഇങ്ങനെ എപ്പോഴും പറയുന്നുണ്ട് എനിക്കിതിനാവില്ല, ഞാൻ അന്ന് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിത് കട്ടതുകൊണ്ട് ഓനക്കൊരു പ്രയാസം ഉണ്ടായില്ല. ഞാനാണ് കട്ടതെന്ന് ഓൻ അറിയില്ല. ഓനെ എന്നോട് പറഞ്ഞു പ്രസംഗം കാണാനില്ല പറഞ്ഞു. അവൻ എന്നാൽ ഈ പ്രസംഗിക്കണ്ട, ഈ പറഞ്ഞോണമല്ലോ, നിനക്കിപ്പോൾ പ്രസംഗിക്കണ്ടെന്നല്ലേ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് എന്തോ ഒരു സൗകര്യം ചെയ്തു തന്നാന്ന് പറഞ്ഞു അവനോട് ഞാൻ. അങ്ങനെ ഞാൻ ഈ പ്രസംഗം എന്തായിന്നറിയോ, വളരെ രഹസ്യമായ നിലക്ക് എൻ്റെ വീട്ടിൽ നിന്നും മദ്രസയിൽ പഠിക്കില്ല. അങ്ങനെ ഈ പ്രസംഗത്തിൻ്റെ തലേ ദിവസം എല്ലാ കുട്ടികളെയും മൂപ്പര് വിളിപ്പിച്ചു, ഇവനെയും വിളിപ്പിച്ചു പ്രസംഗിക്കാൻ വേണ്ടി ഒന്ന് അതിൻ്റെ ട്രയൽ ചെയ്യാം. അപ്പോൾ ഇവൻ പറഞ്ഞു എൻ്റെ പ്രസംഗം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇവനോട് പറഞ്ഞാൽ എനിക്ക് ആദ്യം പറയേണ്ടത് നഷ്ടപ്പെട്ടു പോയാൽ ഇതുവരെ എന്ത് പറയാഞ്ഞെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഇതൊക്കെ അങ്ങനെ അവന് പ്രസംഗം ഇല്ലാതെയും എനിക്ക് പ്രസംഗമുള്ളത് ആരും അറിയാതെയും ഇങ്ങനെ നിൽക്കുന്ന
ആ റബീഉൽ അവ്വൽ 12 വന്നു. അപ്പോൾ 12-നല്ല അന്ന് ഞങ്ങളെ നാട്ടിൽ പരിപാടി നടത്തുന്നുണ്ട്. 12-ന് ഒരു ഘോഷയാത്ര മാത്രം നടത്തി മതിയാക്കുകയാണ്. അപ്പോൾ അന്ന് ഈ ഘോഷയാത്ര എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമായിരിക്കും. പിന്നെ നമ്മളൊക്കെ ഈ ഈന്ത് എന്ന് പറഞ്ഞിട്ടൊരു മരം ഉണ്ടല്ലോ, അതിൻ്റെ പട്ട കൊടുന്നുകാണ്ട് അതിൻ്റെ അതൊക്കെ തോലൊക്കെ കളഞ്ഞ് ശരിയാക്കി അതിൻ്റെ മുകളിൽ പല കാർഡുകളും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയും നബിൻ്റെ പേര് എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട നബിൻ്റെ ഹദീസുകൾ എന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ പിടിക്കും. പിന്നെ അല്ല കയ്യിൽ പിടിക്കും, അങ്ങനെ കാർഡ് മതി. പിന്നെ കുട്ടികളെ കയ്യിലൊക്കെ ഉണ്ടാവും അത് റാലിയിൽ. പിന്നെ പ്രധാനമായിട്ട് പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ അന്ന് ഈ കുട്ടികൾ ബാനർ പിടിക്കും. അപ്പോൾ അങ്ങനത്തെ ഓരോ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലതായി. പിന്നെ ഈ മദ്രസൊക്കെ ഒന്നായിട്ട് ചമയിപ്പിച്ചു. പിന്നെ അപ്പോൾ ഈ റബീഉൽ അവ്വൽ 12-ന് പറഞ്ഞാൽ അന്ന് വെറും ഒരു ഭക്ഷണ വിതരണം, ഒരു മൗലിദ് മാത്രമുള്ളത്. അപ്പോൾ അന്ന് അതിൻ്റെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. ഒരു പിറ്റത്തെ ഒരു ഞായറാഴ്ചയായിട്ടേ തോന്നുന്നത് പരിപാടി, എനിക്ക് ഓർമ്മയില്ല പറയാൻ. അങ്ങനെ ഭക്ഷണ വിതരണം ഈ ഞങ്ങളൊന്നായിട്ടൊരു നാട് മുഴുവൻ ചുറ്റും, നാടിൻ്റെ എല്ലാ ഭാഗങ്ങളും രാവിലെ മുതൽ തുടങ്ങിയിട്ട് പിന്നെ ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും ചുറ്റി വന്ന് മദ്രസയിലെത്തി. എന്നിട്ട് അവിടെ നിന്ന് ഈ ഭക്ഷണമൊക്കെ അന്ന് ഭയങ്കര താല്പര്യത്തിലാണ് ഈ കാരണം ഭക്ഷണം കിട്ടാത്ത കാലഘട്ടമാണ് ഒന്ന്. രണ്ടാമതെന്ന് പറഞ്ഞാൽ അന്ന് പ്രത്യേകമായിട്ട് നല്ല പോത്തിറച്ചിയും പിന്നെ നല്ലൊരു നെയ്ച്ചോറൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഭയങ്കര ആ തിരക്കും ആവേശമൊക്കെയാണ് ഈ കുട്ടികൾക്ക്. അപ്പോൾ അതിന് വേണ്ടിയാണെന്ന് തോന്നും. അപ്പോൾ ഇതിനൊക്കെ ഈ രാവിലെ മുതൽ തന്നെ ഈ 12 മണി വരെ ഈ അധ്വാനിക്കണത്. പിന്നെ എല്ലാ വീട്ടിൽ നിന്നും അന്നുണ്ടാവും ഇപ്പോഴുള്ള മാതിരിക്കാനെ പല വീട്ടിൽ നിന്നും പായസം കിട്ടും, കറി കിട്ടും, പിന്നെ അതുപോലെ മിഠായികൾ കിട്ടും. അങ്ങനെ പിന്നെ ഫ്രൂട്ട്സ് ഒന്നും അന്ന് ഇത്രമാത്രം വ്യാപകമല്ല, ഇത്രമാത്രം പിന്നെ സുലഭമല്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഉണ്ടാവില്ല. വേറെയുള്ള ചെറിയ മിഠായികളും മറ്റതും ഒക്കെ കിട്ടും. പിന്നെ ഈ ഗോതമ്പത്തിൻ്റെ ഒരു കറി കിട്ടും. പിന്നെ മറ്റേ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പായസങ്ങളൊക്കെ കിട്ടും. അങ്ങനെ അന്ന് ഇത് കഴിഞ്ഞ് വന്ന് മൗലിദൊക്കെ കഴിഞ്ഞ് പോയല്ലോ. അങ്ങനെ ഞാൻ പിന്നെ ഈ പ്രസംഗം നല്ലോണം പഠിക്കാൻ തുടങ്ങി. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് ഇത് വരികയാണ്, ഈ റബീഉൽ അവ്വലിൻ്റെ പ്രോഗ്രാം. അപ്പോൾ അന്ന് വലിയ മദ്രസൊക്കെ അലങ്കരിച്ച് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാതിരിക്ക് ലൈറ്റുകളെ കൊണ്ടൊന്നുമല്ല, മറ്റേ നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ അതുകൊണ്ട് അത് വർണ്ണ പേപ്പറൊക്കെ ഉപയോഗിച്ച് അങ്ങനെ അതിനെ അലങ്കരിച്ച് നല്ല ഉഷാറാക്കി മദ്രസയിൽ വെച്ചിട്ട് പരിപാടി ഇറക്കുകയാണ്. മദ്രസൻ്റെ മുന്നിൽ ചെറിയൊരു തിണ്ണുണ്ട്, അതിൽ വെച്ചിട്ടാണ് പരിപാടി ഇറക്കുന്നത്. അപ്പം ഞാൻ ഈ പരിപാടിൻ്റെ കുറച്ച് മുമ്പായിട്ട് ഞാനും മൂപ്പരോട് പോയി പറഞ്ഞു, സദറിനോട്, പിന്നെ ഈ ഞാൻ അത്ര ലജ്ജ ഉള്ള ആളൊന്നുമല്ല, എനിക്ക് പ്രസംഗിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പര് പറഞ്ഞു, എങ്ങനെ നിങ്ങൾ പ്രസംഗിക്കുക ചെയ്യും? അത് ഞാൻ പ്രസംഗിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ എങ്ങനെയെന്ന് വെച്ച് അത് എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ആര് പറഞ്ഞതെന്ന് വെച്ച് അത് ഞാനൊരു പ്രസംഗം കണ്ട് പഠിച്ചിട്ടുണ്ട് തന്നെ. അങ്ങനെ നിങ്ങൾ പ്രസംഗിക്കുകയാണെങ്കിൽ എന്നാൽ വളരെ നല്ലത് എന്ന് പറഞ്ഞ് മൂപ്പര് എന്നെ അതിൽ പ്രോത്സാഹിപ്പിച്ചു. ഞാൻ നിങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ മൂപ്പര് വിളിച്ചു, ഞാൻ പ്രസംഗിച്ചു. ഞാൻ പ്രസംഗിച്ചത് ഏതാണെന്ന് വെച്ചാൽ ഈ കട്ട ഈ പ്രസംഗമാണ്. അങ്ങനെ അപ്പോൾ മൂപ്പർക്കും തന്നെ ഭയങ്കര ഇഷ്ടമായി. കാരണം ഞാൻ പ്രസംഗിച്ചല്ലോ, ഇതിങ്ങനെ ഇവനിൻ്റെ ഈ പ്രസംഗം ഇവനിക്കിത് ഇഷ്ടമില്ല എന്നുള്ളത് ഏതായാലും എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഓൻ്റെ പ്രസംഗം ഞാൻ എടുത്തുകൊണ്ടാണ്. ഇതിൻ്റെ അന്ന് ഈ റബീഉൽ അവ്വലുണ്ടായ ഏറ്റവും രസകരമായ ഒരു രസകരമാണ്, അതോടൊപ്പം തന്നെ അതിൻ്റെ ജീവിതത്തിലേക്കുള്ളതായ ഒരു എന്താ പറയുക, ഒരു പിന്നീടുള്ള ജീവിതത്തിൽ ഒരു സ്റ്റെപ്പാണത്. അതിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അതിലേക്കുള്ള ഒരു വളർച്ചൻ്റെ ഒരു ഇതാണ്, അതിലേക്കുള്ള ഒരു എന്താന്ന് പറഞ്ഞാൽ ഒരു പ്രോത്സാഹനം എന്ന് പറയാം, ഒരു പ്രോത്സാഹനം കൂടിയാണത്. അന്ന് ഞാൻ പ്രസംഗിച്ചപ്പോൾ എല്ലാവരും പിന്നെ അതിനെ വളരെയധികം പ്രകീർത്തിച്ച്, എനിക്ക് അതിനോട് ആരും ആവശ്യപ്പെടാതെ ഞാൻ പ്രസംഗം പറഞ്ഞല്ലോ എന്നുള്ള നിലക്ക്. മുജാഹിദീകളെ മാസികകളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവരെ മാസികകളും കാണാം റബീഉൽ അവ്വലിനെ വളരെയധികം സ്വാഗതം ചെയ്ത് കൊണ്ടിട്ടും. ഇപ്പം ഇന്നിപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയൊക്കെ റബീഉൽ അവ്വൽ നബി അതന്നെ പ്രബോധനത്തിനൊക്കെ അതന്നെ ഞങ്ങളും പറയണത്. അത് മലയാളത്തിൽ പ്രബോധനത്തിന് നബീൻ്റെ പ്രകീർത്തനം എഴുതി, നമ്മൾ അറബിയിൽ മൗലിദ് ഓതി എന്നുള്ളൂ, രണ്ടു നിലക്കും ഒന്നും വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതിലേക്ക് അവരൊക്കെ എത്തി എന്നുള്ള നിലക്ക് നമ്മൾ അവരെ വളരെയധികം സ്വാഗതം ചെയ്യണേ, നമ്മളെ പ്രവർത്തനം വിജയിച്ചല്ലോ എന്ന്.